30, 4:30, 7:30, 10:30 അങ്ങനെ 4 ഷോസ് ആണ് ഫാൻ ഷോ ആയിട്ട് 23-ാം തീയതി നടക്കുന്നുണ്ടാവുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഷോ കാണാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുള്ള കൂട്ടത്തോടെയുള്ള ആ ഒരു ആർപ്പ് വിളിയും ബഹളവും ഒക്കെ ആ ഒരു നാട്ടിൽ കാണുന്ന ഒരു ഫീല് മമ്മൂക്ക ഇങ്ങനെ നേരിട്ട് ഇറങ്ങി വരുന്ന പോലെ കാണാൻ പറ്റുമെന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ 23-ാം തീയതിയിലുള്ള 1:30, 4:30, 7:30, 10:30 ഷോ കാണാൻ മറക്കരുത്. അത് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ കാണുന്ന ഈ നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. 05072224683 എന്നുള്ള ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ടിക്കറ്റ് എങ്ങനെയാണ്, എന്താണ്, ഡീറ്റെയിൽസ് എല്ലാം അവരായിരിക്കും പറയുന്നുണ്ടാവുക. അൽഅമ്ര സിനിമാസിന്റെ ടിക്കറ്റിനുള്ള നമ്പർ ഇതാണ്. ഓക്കെ, അപ്പൊ ഈ നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത്. ആൻഡ് കളിക്കളം പവേർഡ് ബൈ ടാൾറോപ്പ് ആൻഡ് ടൈം എക്സ്പ്രസ് കാർഗോ. അപ്പൊ വിളിച്ചു തുടങ്ങിക്കോളൂ 042383491 എന്നുള്ള നമ്പറിലേക്ക്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ കളത്തിലേക്ക് പോവുകയും കളങ്ങളിൽ നിന്നുള്ള ഗെയിംസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. കളത്തിൽ എന്ത് ഗെയിമാണോ നിങ്ങൾക്ക് അടങ്ങിയിരിക്കുന്നത്, അതായത് ഈ നിങ്ങൾ പറയുന്ന അക്ഷരം നമ്മളെ ഭാഗ്യം കൂടി നോക്കുന്നതാണ്. ചിലപ്പോൾ എനിക്ക് ഇന്ന് ഈ ഗെയിമാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ആ ഗെയിമാണോ കിട്ടുന്നത് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടിയാണ്. ഈ നമ്മളെ ഇപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ കാണാം, അതായത് TV അല്ലാതെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നേരെ ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞാലും UBL HD എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് കാണാൻ പറ്റും. നമ്മുടെ എല്ലാ ലൈവ് ഷോസും അതിൽ കാണാൻ പറ്റുന്നെങ്കിൽ ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഇന്ന് 21 അല്ലേ, 21/05/2024 കളിക്കളം എന്ന് ഞാൻ അങ്ങനെയാണ് എൻ്റെ പേജിലിടുന്നത്. കളിക്കളം എന്നിട്ട് കഴിഞ്ഞാൽ അത് നേരെ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ എൻ്റെ പേജിലും ഉണ്ടാവും, UBLൻ്റെ പേജിലും ഉണ്ടാവും, രണ്ട് സംഭവങ്ങളിലും ഉണ്ടാവും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ആ മെസ്സേജസിനും ഞാനൊന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ആ മെസ്സേജും കൂടി ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഫാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഫാൻ ഷോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രസമുള്ളൊരു പരിപാടിയാണ് ഈ ഫാൻ ഷോ എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മൾ അവിടുന്ന് എത്രത്തോളം ബഹളം ഉണ്ടാക്കിയാലും ആരും ഒന്നും പറയില്ല. അത്രയും മമ്മൂക്കയുടെ ആരാധകർ മാത്രമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആ ടിക്കറ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ടിക്കറ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം, താഴെ ഒന്നും കൂടി കാണിച്ചിട്ടോണി. ഇതാണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 05072224683. ഈ നമ്പർ സേവ് ചെയ്യുക, എന്നിട്ട് അപ്പം തന്നെ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലും സിനിമ ഏതെങ്കിലും കാണണമെങ്കിലും അൽഅമ്രയിൽ പോയിട്ട് സിനിമ കാണണമെങ്കിലും നിങ്ങൾക്ക്, അതായത് 23-ാം തീയതിക്കത്തെ ഫാൻ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് ടർബോ എന്നും കൂടി ഒന്ന് എഴുതി അയച്ചാൽ മതി. കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫേസ്ബുക്കിലൂടെയും ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആരുടെങ്കിലും പറയാനുണ്ടെങ്കിലും ഫേസ്ബുക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ മുതലേ പറയുന്ന നമ്പറാണ് 042383491 അല്ലേ? കറക്റ്റ് അല്ലേ? നമ്പർ പറയുന്നത് തെറ്റുന്നുണ്ടോ? 042383491. അതെ, കറക്റ്റാ. നമ്പറൊന്നും തെറ്റിയിട്ടില്ല. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ചിട്ട് നമുക്ക് ഈ കിടക്കുന്ന A മുതൽ P വരെയുള്ള അക്ഷരങ്ങൾ എന്താ കേട്ടില്ല. 2491 ആണ് കേട്ടോ. നമ്പർ തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് 042382491 അതാണ് നമ്പർ കേട്ടോ. 042382491 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 042382491. ഇത് തെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. നമ്പർ തെറ്റലില്ലല്ലോ പൊതുവെ. എന്താ തെറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാ? സമത്. അക്ഷരം ഏതാ? ഏതാ? ബി. ഓക്കെ, ബി എന്ന അക്ഷരം എടുക്കുന്നു. രണ്ടാമത്തെ അക്ഷരമായ ബിയിൽ തുടങ്ങിയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അപ്പൊ ലാലേട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ കൂടി പറയാം അല്ലേ? സമത് ഒരു ബർത്ത്ഡേ പറഞ്ഞൂടെ? ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടന്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ആയിക്കോട്ടെ. അതേപോലെ അപ്പൊ കുസൃതി ചോദ്യമാണേ. യെസ്, കുസൃതി ചോദ്യം ഞാൻ എടുക്കട്ടെ. കുസൃതി ചോദ്യം. ഓക്കെ, ഇതാണ് ചോദ്യം. ചോദിക്കട്ടെ. ലോകം ചുറ്റും വാലിബനാണ്, പക്ഷെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് എത്തിയാൽ ഉടനെ ഇടികിട്ടും. ലോകം ചുറ്റും വാലിബൻ, ഒരിടത്തു നിന്നും മറ്റൊരിടത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പൊ ഒരു ഇടി കിട്ടും. ലോകം ചുറ്റും ക്ലോക്കാണോ? ക്ലോക്കിലെ പെൻഡിലോ? അല്ല, ഉത്തരം തെറ്റി. അതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. സ്റ്റാമ്പാണ്. സ്റ്റാമ്പ്. അതെ, ലോകം ചുറ്റും വാലിബൻ. എവിടെ വേണേലും പോകും. പക്ഷെ എവിടെ നിന്ന് ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് അയച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് നിന്ന് ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ എത്തിയിട്ട് ഒരു ഇടിയും കൂടി ഇടിക്കും.
അപ്പൊ എന്തായാലും വിളിച്ചാൽ സന്തോഷം, വീണ്ടും വിളിക്കാൻ. അപ്പൊ അങ്ങനെ അദ്ദേഹം പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇന്നത്തെ ദിവസവും ആരെങ്കിലും ജയിക്കുമോ എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇന്നലെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പുതിയ കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സുസ്വാഗതം. എല്ലാ പുതിയ ആൾക്കാരും വിളിച്ചോളൂ. പുതിയ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ജയിക്കാറുണ്ട്. ചില സമയങ്ങളിൽ പുതിയ ആൾക്കാർ വിളിച്ചിട്ട് ജയിക്കാറുണ്ട്. ചില സമയങ്ങളിൽ മാത്രമാണ് പുതിയ ആൾക്കാർ തോക്കാറ്. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർ വിളിക്കുമ്പോൾ ഇതിനകത്ത് ഭയങ്കര പ്രശ്നമാണല്ലോ, എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തോറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അങ്ങനെയല്ല, തോക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിജയത്തിന്റെ ഒരു ലക്ഷണമാണ്. നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള പോലും നമ്മൾ ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. വിജയിക്കുകയോ തോക്കുകയോ നമ്മൾ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് ഈ ശ്രമിക്കാൻ വന്ന ആരാന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ആരാ? അതുൽ, എന്താ വിശേഷം? സുഖം തന്നെ. അതുൽ എവിടെയാ? നാട്ടില് ഞാൻ കണ്ണൂരാണ്. ഇരിണാവാ? ഇരിണാവ് എവിടെ? നിങ്ങളൊക്കെ വീട്ടിന്റെ അടുത്ത് തന്നെ. എന്റെ വീട്ടിന്റെ അടുത്താ? അതെവിടെടാ? ഇരിണാവ് മാവെങ്കിലും അറിയാം. സജീവനൊക്കെ അറിയോ? സജീവേട്ടനെ അറിയാലോ. സജീവന്റെ മരുമോനാ. നീയാണോ എഞ്ചിനീയർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ? ജോലി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞേ? ജോലി കിട്ടിയാ? ഉടൻ കിട്ടട്ടെ, ഞാനും ശ്രമിക്കുന്നുണ്ട് കേട്ടാ. ഏതാ അക്ഷരം എടുക്കുന്നേ? പറ, ഏതെങ്കിലും ഒരു അക്ഷരം തിരഞ്ഞെടുക്കൂ. എ ബി ഇല്ല, സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി. ഐ എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുൽ. അപ്പോ അതുലിന്റെ വീട് ശരിക്കും എവിടെ? ഇരിണാവല്ലോ, കണ്ണൂരല്ലേ? സിന്ധു ചേച്ചിയുടെ മോനാണോ? ബിന്ദു ചേച്ചിയുടെ മോൻ അല്ലേ? ഓക്കെ. പാട്ടിന്റെ പാലാഴിയാ മോനെ, പാട്ട് പാടേണ്ടി വരും നീ. സജീവാട്ടം വന്നില്ലല്ലോ, നൈറ്റ് ഷിഫ്റ്റ് അല്ലേ? അതെയാ? നന്നായി. മാമൻ എന്തായാലും പാടൂല. മാമൻ വിപ്ലവ ഗാനം മാത്രമേ പാടുള്ളൂ. നീ പാടിക്കോ, ഞാനൊരു വാക്ക് തരും. ആ വാക്ക് വെച്ചിട്ട് ആ വാക്ക് എവിടെയെങ്കിലും വരുന്ന 7 പാട്ട് പാടിയാൽ മതി കേട്ടാ. സിനിമാ പാട്ടാണ്, മലയാളം പാട്ടാണ്. അക്ഷരമല്ല, വാക്ക്. പൂവ്, പുഷ്പം, അങ്ങനെ എന്തെങ്കിലും വരുന്നത്. പൂവ്, പുഷ്പം, ദളം ഒക്കെ വരുന്നത്. പൂക്കൾ. പൂവ്, പുഷ്പം, പൂക്കൾ ഒക്കെ വരാം. ടൈമർ ഇടറാ ടോണി. ബിസിയാണെന്ന് തോന്നുന്നു. എടാ, എത്ര പാട്ടുണ്ടോ? നീ ഇരുണാവുകാരൻ. ഞാൻ ഇല്ല കളിക്ക്. വിജയിച്ചേച്ചിയാ? നന്നായി. എന്റെ തൊട്ടടുത്ത ടീമാണ്, നമ്മളൊക്കെ എടുത്തു നടന്ന ടീമാണ്. ഹലോ, വിജയിച്ചേച്ചി. പൂവ്, പൂക്കൾ, പുഷ്പം, പൂക്കൾ എന്നൊക്കെ വരുന്ന പാട്ട് വരണം. 7 എണ്ണം. പാടണോ? പാട്. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ ഉള്ള. ഓക്കെ, 1. ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയായി. ഓക്കെ, 2. ഇത് ഇങ്ങനെയൊന്നല്ലത്, പാടണം. താമരപ്പൂവിൽ വാഴും ദേവിയൽ. ദേവിയാണ് അവിടുത്തെ. 3. ഇവരെ വീട് പിണറായി കേട്ടോ, ഭയങ്കര സംഭവല്ലേ. 7 എണ്ണം, 3 എണ്ണേ ആയിട്ടുള്ളൂ. വേഗം പാട്, 1 മിനിറ്റായി. പൂക്കളിൽ നിന്ന് തന്നെ വരുന്ന പാട്ടില്ലേ? അയ്യോ, പൂക്കൾ, പനിനീർ പൂക്കൾ. 4. നാട്ടിൽ പോകുന്നില്ലേ ലീവിന്? ഇതൊക്കെ സമയം കൂട്ടുന്നതിന്റെ ഭാഗമാണ്. ഓക്കെ, 5. 5. 2 എണ്ണം കൂടി മതി, പെട്ടെന്ന് കിട്ടും. അയ്യോ, പൂമാനമേ പറ്റും. ഓക്കെ, 6. ഒറ്റ പാട്ടും കൂടി. സമയം ഇപ്പൊ കഴിയും. അയ്യോ, സമയം കഴിഞ്ഞു. ഒരു പുഷ്പം മാത്രമൻ എന്നുള്ള അത് പാടിയിട്ടുണ്ടെങ്കിൽ അത് അല്ല. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുല, അത് ആദ്യം പാടിയതാ. അതാദ്യം പാടിയിരുന്നു. അത് ഒരുപാട് പാട്ടുണ്ട്. പൂവ്, ചെമ്പരത്തി പൂവേ പാടിയിരുന്നു അല്ലേ?
പൂവേ ഒരു മണിമുത്തം നിൻ കവിളിൽ തുറന്നു. ആ പാട്ട് പാടായിരുന്നു. ഒരുപാട് പാട്ടുണ്ടായിരുന്നു. വിജയചേച്ചിയുടെ കല്യാണത്തിന്, ഈ സജീവേട്ടൻ്റെ കല്യാണത്തിന് ഇവരെ വീട് ഞാൻ പറഞ്ഞില്ല പിണറായിയാണ്. അപ്പം നമ്മളെ നാട്ടിൽ ഈ ലോങ് ഡിസ്റ്റൻസിൽ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആ ബസ്സിൽ ഫ്രണ്ടിൽ സീറ്റ് പിടിച്ച് അല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ടുള്ള കുറച്ച് ഒച്ചപ്പാടൊക്കെ ആക്കി പാട്ടൊക്കെ പാടി പോകാൻ പറ്റുന്ന, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-6 വീട് അപ്പുറത്താണ് സജീവേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഗൾഫിൽ വരുമ്പോൾ, ഞാനൊക്കെ ഗൾഫിൽ വരുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്താണ് 2004 വരുമ്പോൾ, അന്ന് ഡയറിയിൽ ചെറിയൊരു പോക്കറ്റ് ഡയറി മേടിച്ചിട്ട് അതിനകത്ത് ഈ സജീവായിട്ടൻ്റെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു 4 പേരുടെ നമ്പർ മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. നമ്മൾ അന്നൊക്കെ അങ്ങനെയാണ് ഗൾഫിൽ വരുന്നത്. ഇന്ന് വീട്ടിലിരിക്കുന്ന കുട്ടികളടുത്ത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഈ വിസിറ്റിങ്ങിൽ വന്നിട്ട് നമ്മൾ ഒരു ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ ഒക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ അന്ന് വരുമ്പോൾ ഇങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഗൾഫിൽ എന്ന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരാൾ നമ്പർ വരുമ്പോൾ എൻ്റെ കയ്യിൽ അന്ന് സജീവാട്ടൻ്റെ ഒക്കെ നമ്പറായിരുന്നു. അതായത് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് തരുന്ന നമ്പറിലൊന്ന് സജീവാട്ടൻ നമ്പർ, പിന്നെ വേറെ സജീവാട്ടനുണ്ട്, ഒരു തുപ്പായി സജീവ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നമ്പർ, അങ്ങനെ ഒരു 3-4 ആൾ, എൻ്റെ ഏട്ടൻ്റെ നമ്പർ, അങ്ങനെ 3-4 ആൾക്കാരുടെ നമ്പറും വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ സജീവാട്ടൻ്റെ കല്യാണത്തിന് ബസ്, വലിയ ബസ്സായിരുന്നു. വലിയ ബസ്സിന് പിണറായിലേക്കാണ് ബസ്. അപ്പോൾ ഭയങ്കര ദൂരമുണ്ട്, ഇരുന്നാവുന്ന പിണറായി നല്ല ദൂരമുണ്ട്. അപ്പോൾ ഞാനൊക്കെ സജീവാട്ടൻ്റെ കല്യാണത്തിന് ഈ പെണ്ണിൻ്റെ വീട്ടിലാണ് കല്യാണം ഉണ്ടാകും. നമ്മുടെ നാട്ടിലും നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണം, വിശേഷിച്ചിട്ട് വീട്ടിൽ കല്യാണത്തിന് നമ്മൾ വലിയ ബസ്സിൽ നമ്മളൊക്കെ ഇവിടുന്ന് അവിടുത്തെ വരെ പാട്ടും പാടിയിട്ടൊക്കെ പോയിരുന്നൊരു കല്യാണമായിരുന്നു. ഭയങ്കര ഗംഭീര കല്യാണമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു പിണറായി മൊത്തം നമ്മളന്ന് അവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പെണ്ണും ചെറുക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു ടൈം ഉണ്ടാവും. ഇത്ര മണിക്കേ ഇറങ്ങാവുള്ളൂ, ഇത്ര മണിക്കേ പോകുള്ളൂ. അതൊരിക്കൽ അതിന് ഇടയിലുള്ള ഫോട്ടോ എടുപ്പും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയം വരെ ഇത്ര മണിക്കാ ബസ് എടുക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ പിണറായി എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞ് അങ്ങനെ വന്ന് വിശേഷിച്ച് നമുക്കങ്ങനെ ഒരു എന്താ പറയുക നല്ല പരിചയമുണ്ട്. പക്ഷെ നല്ലോണം പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവരെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെയാണ് കളരിക്കൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രമല്ല, കാവ്. അവിടെയൊന്നും തെയ്യം നടക്കുന്ന സ്ഥലമാണ്. അതായത് 101 തെയ്യമുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രമല്ല, കാവ്. 101 തെയ്യം എന്ന് പറഞ്ഞാൽ 101 തെയ്യമല്ല, പക്ഷെങ്കിൽ ഒരു തെയ്യം തന്നെ കുറേ തെയ്യത്തിന് തുല്യമാണ് എന്നുള്ള രീതിയിലാണ് അവിടെ തെയ്യം കെട്ടിയായിരുന്നത്. ആ ഒരു തെയ്യത്തിന്റെ രാത്രിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് പരിചയപ്പെടുകയും ഭയങ്കര കമ്പനിയാവുകയൊക്കെ ചെയ്യുന്നത്. ഹലോ ഹലോ, ആരാ? ഞാൻ ഷെഹിനാണ്. ഷെഹിന. ആ, ഫോണൊന്ന് ചേർത്ത് പിടിക്കാവോ? ആ, ഓക്കെ. ഏതാ അക്ഷരം? എം. എം എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. എവിടെയാ? നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴയിൽ. ആലപ്പുഴ എവിടെ? ചേർത്തല. ആ, അപ്പൊ തറുതല നമ്പർ എന്ന് പറയുന്ന ഗെയിമാണ്. ഞാൻ പറഞ്ഞുതരാം. തറുതല നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പാടില്ല. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയരഞ്ഞായി എന്ന് പറയുന്ന പോലെ. ഞാൻ ചോദിക്കാണ്, ഇത്തയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ചോറ് കഴിച്ചു എന്ന് പറയില്ലേ? ആ, അങ്ങനെ. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ വല്ല നമ്പറും പറയുകയാണെങ്കിൽ, ഇപ്പൊ 7 മണിക്കാണോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 8 o'clock എന്നുള്ള വാക്ക്, 8 എന്നുള്ള നമ്പർ എവിടെയെങ്കിലും ആഡ് ചെയ്യണം അടുത്ത അതിന്റെ സംസാരിക്കുന്നതിൽ. ഒരു ഉദാഹരണം പറഞ്ഞുതരോ? ഞാൻ ചോദിക്കുകയാണ്, 7 മണിക്കാണോ ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് എന്ന് ചോദിക്കുമ്പം 8 o'clock ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. മനസ്സിലായോ? ഇല്ല, വോയിസ് ബ്രേക്ക് ആയി. 7 മണിക്കാണോ ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നു 7 മണിക്കാണോ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ തിരിച്ചു പറയേണ്ടത് 8 o'clock ഇവിടെ നല്ല മഴയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉത്തരം പറയാ. 8 എന്നുള്ള നമ്പർ എവിടെയെങ്കിലും ആഡ് ചെയ്യണം. ഏതാണോ നമ്പർ ഞാൻ മലയാളത്തിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിൽ നെക്സ്റ്റ് നമ്പർ ആഡ് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഒരു കാരണവശാലും ഉത്തരം ആവാൻ പാടില്ല കേട്ടോ. ഉത്തരം ആവരുത്. വീട്ടിൽ എത്ര കുട്ടികളുണ്ട്? ഞാൻ കുട്ടിയാണ്. അതൊരു ഉത്തരമാണ്. ഞാൻ കുട്ടിയാണ് എന്നുള്ളൊരു ഉത്തരാണ്. ആണോ? കുട്ടിയാണോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അല്ല, അവിടെ ഔട്ടായി, കുഴപ്പമില്ല. എന്നാലും ഭക്ഷണം കഴിച്ച് എന്താണ് ഫുഡ്? എന്താ സ്പെഷ്യല്? സ്കൂളിൽ പോയിട്ട് വന്നേ ഉള്ളൂ. എന്താന്ന്? സ്കൂളിൽ പോയിട്ട് വന്നേ. മതി, ഉത്തരം ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, അത് മതി. ഔട്ടായി കേട്ടാ. ശരി, എന്നാലും വിളിച്ചതിൽ സന്തോഷം. ഞാൻ അഗെയിൻ ചോദിക്കുമ്പോൾ സെയിം ഉത്തരം പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും വേണം ഉത്തരം പറയാനായിട്ട്. സെയിം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യത്തിന്റെ ഉത്തരമാണ്. അപ്പൊ അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ്. നമുക്കങ്ങനെ ഇന്നത്തെ കോൾ ഇന്ന് വിജയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിജയിച്ചില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ.
അപ്പൊ വിജയിക്കുന്ന ആളുകൾക്ക് സമ്മാനങ്ങളിൽ ഞാൻ മുതല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മുതല വലിയ ചിക്കൻ്റെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാച്ചിങ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നു UBL ടീം, നമ്മളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. അതായത് അവർ പറയുന്നത് 700ഓളം മുതലകളുണ്ടെന്ന്. ഒരു പ്രാവശ്യം പോകാനുണ്ട് അവിടെ. ഒരു പ്രാവശ്യമല്ല, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോകാനുണ്ട് അവിടെ. കാരണം ഒരൊറ്റ ടൈമിൽ തന്നെ 70ഓളം മുട്ടകളാണ് ഒരു വലിയ മുതല ഇടുന്നതെന്നാണ് പറയുന്നത്. 70ഓളം മുട്ടകൾ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ ഈ 700 എന്നുള്ളത് എത്രയാവുന്നൊന്ന് ചിന്തിച്ചാൽ മതി. അവിടെ ഒരു വലിയൊരു ടാങ്ക് വെച്ചിട്ട്, ഒരു ഗ്ലാസിൻ്റെ അക്വേറിയം വെച്ചിട്ട് അതിനകത്ത് നിറച്ചും ചെറിയ കുട്ടി മുതലകളാണ്. ഈ കൈയുടെ ഇത്ര നീളമുള്ള ചെറിയ മുതലകളില്ലേ, അങ്ങനത്തെ മുതലകളുണ്ട് അതിനകത്ത്. അതാണ് വലിയ അജാനബാബു മുതലാകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയും വലുതാവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്താണ് സംഭവം. അപ്പം അങ്ങനെ നമ്മളെ നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ പൊതുവെ പറയുന്നതാണ്, എൻ്റെ നാട് അത്രയും സുന്ദരമാണ്, ഭയങ്കര രസമുള്ള നാടാട്ടോ ഇരുന്നാവ്. ഹലോ ഹലോ, നമസ്കാരം. ആരാ? ഷഹാന. എത്രാം ക്ലാസ്സിൽ പഠിക്കാൻ മോളെ? 4ാം ക്ലാസ്. റെഡി. ഏതാ അക്ഷരം എടുക്കുന്നേ? ഡി എടുക്കടാ. ഡി ഓപ്പൺ ആയി കഴിഞ്ഞാൽ മോക്ക് വരുന്നത് കഥ പറയുമ്പോൾ. അങ്കിൾ ഒരു കഥ പറയും സിനിമയുടെ. ഷഹാന, അങ്കിൾ ഒരു സിനിമയുടെ കഥ പറയും, മലയാള സിനിമയുടെ. അത് ഏത് സിനിമയാണ് എന്ന് കണ്ടുപിടിക്കണം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഈ സിനിമയിൽ ഒരു അങ്കിൾ ഉണ്ട്. ആ അങ്കിൾ വേറൊരു സ്ഥലത്തായിരുന്നു, ബാംഗ്ലൂർ പോലൊരു സ്ഥലത്തായിരുന്നു. അത് ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഈ വാച്ചിന്റെ പരിപാടിയൊക്കെ ആയിട്ട് പഠിച്ച് അങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ അവിടെ നിന്നെല്ലാം മതിയാക്കി നാട്ടിലേക്ക് വരികയും, നാട്ടിൽ അങ്ങനെ ചേട്ടന്റെ വീട്ടിലായിരുന്നു താമസം. വീട്ടിന്റെ തൊട്ടപ്പുറത്ത് ഒരു മുത്തശ്ശിയും 3 പെൺകുട്ടികളുണ്ട്. അപ്പൊ അവരുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. അതിലുള്ള നടുക്കുള്ള അവസാനത്തെ ഏറ്റവും ഇളയ കുട്ടിയായിട്ട് ഈ പുള്ളിക്കാരൻ ഇച്ചിരി പ്രേമൊക്കെ ആവുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അതിനിടയിൽ വെച്ച് ഈ 3 പെൺകുട്ടികൾക്ക് ഒരു ബ്രദർ ഉണ്ട്. അവരുടെ അച്ഛൻ്റെ വേറെ മകളാണ്, അപ്പോൾ ആ മകനാണ്. ആ പുള്ളിക്കാരൻ കുറച്ച് വില്ലത്തരക്കുള്ളൊരു പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഈ മുകളിലുള്ള 2 ചേച്ചിമാരെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഈ വാച്ച് കടയിൽ ഇരിക്കുന്ന ഈ പുള്ളിക്കാരൻ പോവുകയും കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയും കല്യാണത്തിന് ചെറുക്കന്മാരെ കണ്ടുപിടിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് സിനിമ. ആരാ മനസ്സിലായോ? ഈ പുഴയും കടന്ന് കേട്ടാ. വെരി ഗുഡ്. ആരാ പറഞ്ഞു തന്നെ? ഒരിക്കലും ആരാ പറഞ്ഞെന്ന് പറ. ഓക്കെ, പൊക്കോ, ടാറ്റ. എന്തായാലും സന്തോഷം മോളെ. എന്തായാലും അത് വാപ്പ എവിടെ ഉണ്ടെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കഥയായിരുന്നു. കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ വാപ്പയാണ് പറ്റിച്ചത്. വാപ്പ ഇങ്ങനത്തെ പണി ചെയ്തായിരുന്നു. എന്നെ പറ്റിച്ചു. വാപ്പ എന്നെ പറ്റിച്ചു എന്ന് വേണം പറയാനായിട്ട്. വാപ്പ എവിടുന്ന്, വാപ്പയുടെ സൗണ്ട് കേട്ടിരുന്നെങ്കിൽ ഞാൻ വേറെ ദൃഷ്ടിദുമ്നം വേറെ വല്ല സിനിമയും പറഞ്ഞേനെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചുമ എങ്ങോട്ട് മാറിപ്പോകുന്നില്ല അല്ലേ, എന്താണെന്ന് അറിയില്ല. ശരിയാവും, കുറച്ച് ദിവസം കൂടി ആകുമ്പോൾ ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര രസകരമായൊരു നാട് എൻ്റെ നാട് ഇരുണാവ്. ഇരുണാവിനെ പറ്റി ഇന്ന് പറയാൻ കാരണം ഇരുണാവ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരാൾ വിളിച്ചതുകൊണ്ടും കൂടിയാണ്. അതായത് ഇരുണാവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കച്ചേരിത്തറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. 4 കവലയാണ്, അതായത് 4 ഭാഗത്തേക്കും റോഡുള്ള ഒരു സ്ഥലമാണ് കച്ചേരിത്തറ. ഈ കച്ചേരിത്തറക്ക് കച്ചേരിത്തറ എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് ഞാൻ പഴയ ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കച്ചേരിത്തറ എന്ന് പേര് വരുന്നത്? അതായത് അത് കച്ചേരിത്തറ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ നമ്മളെ ഈ സിനിമ കണ്ടിട്ടില്ലേ, അതായത് മോഹൻലാലിൻ്റെ ആ സിനിമയുടെ പേരെന്താ, നമ്മുടെ ശോഭനയൊക്കെ ഉള്ള, നമ്മുടെ നാട്ടുകൂട്ടം ഒക്കെ ഉള്ള തേന്മാവിൻകൊമ്പത്തിലെ പോലെ നാട്ടുകൂട്ടം നടന്നിട്ട് വിധി നിർണയിക്കുന്ന പോലത്തെ പരിപാടികളൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് കച്ചേരിത്തറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇരുനാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശസ്തരുണ്ട് കേട്ടോ. ഗോവിന്ദൻ വൈദ്യർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കുഞ്ഞിക്കണ്ണൻ വൈദ്യർ, ഗോവിന്ദൻ വൈദ്യർ, വൈദ്യന്മാരിൽ നമ്പർ 1 ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഹലോ, നമസ്കാരം. ആരാണ്? അപ്പൊ ഏതാ അക്ഷരം? കുമാരി ടീച്ചർ. കുമാരി ടീച്ചർമാരെ തോപ്പിക്കാൻ ഒരു പ്രത്യേക സുഖ. പി ഇന്ന് എന്തായാലും തോപ്പിക്കാൻ പറ്റും നോക്കട്ടെ. പി എന്ന അക്ഷരം. ആക്കാപ്പ. എന്റെ കളത്ത് കിട്ടി. ആക്കാപ്പ. അയ്യോ, സാറില്ല. ആക്കാപ്പ ഏതാ അക്ഷരം എടുക്കുക? ഇന്നലെ അതായിരുന്നു, ഇന്നും അത് തന്നെയായിരുന്നു.
അയ്യോ അത് വേണ്ട. അത് മാറ്റി പറ്റില്ല, അക്ഷരം പറഞ്ഞോളൂ. ഇന്നലെ ഏതാ നമ്പർ എടുത്തേ? ഇന്നലെ ഏതാ അക്ഷരം എടുത്തേ? ഇന്നലെ പായാണ് പറഞ്ഞത്. അക്ഷരം ഏതാ എടുത്തേന്ന്? ആ ഇന്ന് ആ ആയിക്കോട്ടെ. അല്ല, ഏതാ അക്ഷരം എടുത്തിരുന്നു ഇന്നലെ? ഇന്നലെ എ എടുത്തപ്പോഴാക്കാപ്പ. ഇന്ന് അത് മാറ്റിയിട്ടപ്പോ ഇന്ന് ആരെങ്കിലും പറഞ്ഞ പി എടുക്കാൻ? ഇന്ന് എ പറഞ്ഞുകൂടായിരുന്നോ? ഇതിങ്ങനെ മാറും തിരിഞ്ഞൊക്കെ വരും. അല്ല ആ ആദ്യത്തെ അക്ഷരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ. ആയാണോ? ആയാണോ? ഏതാ അക്ഷരം? ആ തന്നെ ശരി. റെഡി? ആ എന്ന അക്ഷരം തുടങ്ങുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് ആവും. കുമാരി ടീച്ചറെ കൂടെ അന്ന് പഠിപ്പിച്ച ടീച്ചർമാർ. ടീച്ചർ ജോയിൻ ചെയ്തപ്പോ തന്നെ എത്ര ടീച്ചർമാർ അന്ന് റിട്ടയർഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ വർഷം? പറയേ. ടീച്ചർ ജോയിൻ ചെയ്ത വർഷം, ആ വർഷം തന്നെ എത്ര ടീച്ചർമാർ റിട്ടയർമെന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു? ഒരാളിൽ ആളുണ്ട്. പോയിക്കോ. അവിടുന്ന് ആ അനൂപിന്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറയണം. അതുകൊണ്ടാണ് അനൂപ് പറഞ്ഞ കാരണമാണ് ഒരാള് പോയപ്പോഴാണ് ഒരാൾക്ക് അവസരം വന്നതെന്നുള്ളതാണ്. ഇപ്പൊ ഈ ടീച്ചേഴ്സ്, എൻ്റെ ഒരു സിസ്റ്റർ ടീച്ചറാണ്, പിന്നെ ചെറുകുന്ന് സ്കൂളിൽ, ഗേൾസ് സ്കൂളിൽ ഹിന്ദി ടീച്ചറാണ്, രാജശ്രീ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കസിനാണ് ആള്. ഇപ്പോൾ റിട്ടയറായി. അല്ല, പറയണ്ടായിരുന്നു. ആള് റിട്ടയർഡായി എന്ന് പറയുമ്പോൾ, എൻ്റെ സിസ്റ്റർ റിട്ടയർഡായി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വയസ്സൊക്കെ കൂട്ടൂലേ, വേണ്ട. ഹലോ ഹലോ, ആരാണ്? ഹലോ, ആരാണ്? ഷബിന. ആ ഷബിന, ടി വിയിൽ ശ്രദ്ധിക്കല്ലേ? ടി വിയിലാണോ ശ്രദ്ധിക്കുന്നേ? ആ ഫോണിൽ ശ്രദ്ധിച്ചോ? ഏതാ അക്ഷരം? ഉണ്ട്, പറഞ്ഞോ. ഓക്കെ ജി, താങ്ക് യു ജി. ഷബിന എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. എത്ര കുട്ടികള്? രണ്ടാളാണ്. അപ്പൊ സ്റ്റാർ കോമ്പിനേഷൻ ആണ്. അതായത് 7 പാട്ട് പാടിയാ മതി. 7 പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ ലാലേട്ടൻ, എം ജി ശ്രീകുമാർ. ലാലേട്ടൻ, എം ജി ശ്രീകുമാർ പാടി, ലാലേട്ടൻ, എം ജി ശ്രീകുമാർ ആലപിച്ച് ലാലേട്ടൻ അഭിനയിച്ച പാട്ടുകൾ 7 എണ്ണം. പാട് വേഗം. ഒന്ന് മതി. ആ അടുത്ത പാട്. പാട്ടുകാരിയാണ്, കറക്റ്റ് ആയിട്ടുള്ള സാധനം കിട്ടിയ. ആ നീലഭസ്മ കുറിയണിഞ്ഞവളേ. അത് യേശുദാസ് പാടിയാണോ? ആ ഓക്കെ, റെഡി. 2 എം ജി 2. സമയം തീരും, വേഗം പാട്. 7 പാട്ടുള്ളൂ. ആ നരസിംഹം. അതല്ലേ നേരത്തെ പാടിയത്? അത് കറുത്ത പെണ്ണ്. ആ ഓക്കെ. മാനം തെളിഞ്ഞേ നിന്നാൽ, അത് ആ 2 ഒരേ സിനിമയാണ്. ഓക്കെ, 3. ആ 3 ആയിട്ടുള്ളൂ. പാട്. നരസിംഹത്തിലെ പാട്ട് പാട്. പാട്. അയ്യോ, കൊറേ അറിയുന്നപ്പോ കിട്ടുന്നില്ല. മാമാ പാട്. സൂര്യകിരീടൻ മോഹൻലാൽ യേശുദാസ് അല്ലേ? മോഹൻലാൽ യേശുദാസ് അല്ലേ? സൂര്യകിരീടം. ആ അല്ല, എം ജി ശ്രീകുമാർ. ആ 4 എണ്ണായി. വേമ്പാട്. ആ ആണ്, വേമ്പാട്. സമയം പാട്ട് പാടി ആരും ജയിക്കാൻ പറ്റില്ല. ആ 4 എണ്ണ ആയിട്ടുള്ളൂ. ആ സമയം കഴിഞ്ഞു. ദാങ്കനക്ക ദില്ലം ദില്ലം ദലാങ്കനക്ക ചണ്ടമതംഗം മേലേക്കാവിൽ പൂരക്കാവടി വീലിക്കോരടി വഞ്ചിപ്പടയണി മേളം. അത് പാടായിരുന്നു. അതേപോലെ മാമാ ചന്തമ്മാമ ഏ മാമ ചന്തമ്മാമ, ആ പാട്ട് പാടായിരുന്നു. ഏറ്റവും കൂടുതൽ പാട്ട് യേശുദാസ് പിന്നെ ശേഷം ആരാ പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന് പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറാണ്. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും കിട്ടും.
പെട്ടെന്നായിട്ട് കിട്ടൂല. അതാണല്ലോ ഈ ഗെയിമിന്റെ പ്രത്യേകത. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു. അപ്പൊ ഞാൻ ഇടയിൽ ഒരു കൈ ഇങ്ങനെ ആക്കിയില്ലേ, എന്റെ ചെയർമാൻ അവിടെ വന്നു. ചെയർമാൻ വന്നപ്പോ ഞാൻ പെട്ടെന്ന് ഇതെന്താ ഇവിടെ ഒരു കൈയാക്കിയ. ഹലോ ഹലോ, ആരാണ്? ശശീന്ദ്രൻ. ആ, എന്താ വിശേഷം? സുഖമായിരിക്കുന്നു. കേട്ടായിരുന്നു എന്റെ ഇരുണാവിനെ പറ്റി. ഇരുണാവുന്ന ആൾക്കാർ വിളിച്ചാണ്ടാ എന്റെ നാട്ടുകാര്. അത് മറ്റേ ഒരു പിണറായി എന്റെ ആടാ. ഓ അത് ശരി, പിണറായിലാണ് വിജയശേച്ചിയുടെ വീട്. അല്ല, അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, പിണറായി ഭയങ്കര സുന്ദരമായ സ്ഥലം കേട്ടോ, നല്ല രസമുള്ള സ്ഥലം. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ പോയത് ഓർമ്മയുള്ളൂ. സ്ഥലമൊക്കെ സുന്ദരം, നമ്മള് ശരിയില്ലെന്നേ ഉള്ളൂ. ഏയ് നമ്മളും അടിപൊളിയല്ലേ, നമ്മള് എക്സ്പോർട്ട് ക്വാളിറ്റി. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അക്ഷരം പറ. പക്ഷെ ലാസ്റ്റ് ഓക്കെ ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഏലങ്കാനും ഇന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. മധുരം മലയാളം. ഓപ്ഷൻ എ മധുരം മലയാളം. റെഡി, ടൈം സ്റ്റാർട്ട് നാവും. അങ്ങനെ ശശീന്ദ്രേട്ടനെ മധുരം മലയാളത്തിൽ തോപ്പിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നോക്കാം, ട്രൈ ചെയ്യാം. ശശിയേട്ടാ, ആക്ച്വലി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ നടക്കുക. അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. 7 മണിക്ക് പോയിട്ട് 2 മണിക്ക് വരുന്ന വർക്ക് ഉണ്ട്. അതൊക്കെ വരും. അവിടെ എന്താണ് വർക്ക്? അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കും. ഒന്നുമല്ല, കൃത്യമായ ജോലി ഇല്ലാണ്ട് ശമ്പളം തരില്ലല്ലോ. ഞാൻ അങ്ങനെയാന്ന്. സാലറി കിട്ടുന്നില്ലേ? ഇല്ല, കൊറേ കാലമില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നാ മതി. അത് മതി, അത് നിങ്ങളെ തല കണ്ടാ മതി. പക്ഷെ എന്തായിരുന്നു ശമ്പളമൊക്കെ കിട്ടും. അത് എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? ഇല്ല, വെറുതെ കണക്കാണ്. വെറുതെ ആണെന്നിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്. ഒരു വിസ തരുമോ? അങ്ങനെയുള്ള വരുന്ന അവിടെ. അതെ, വിസ ഉണ്ടെങ്കിൽ വരാം. വെറുതെ നടന്നാ കിട്ടുമെങ്കിൽ വരാ. അതാ പറഞ്ഞത്. അതാ കൃത്യ. നമ്മള് കണ്ടില്ലേ, ഇപ്പൊ ഒരു എഞ്ചിനീയർ വന്നിട്ടുണ്ട് ഇവിടെ വിസിറ്റിങ്ങിന്, ജോലി നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എവിടെയെങ്കിലും ഉണ്ടോ എഞ്ചിനീയേഴ്സിന്റെ ജോലി? അതില്ല. നിങ്ങളത് എഞ്ചിനീയേഴ്സുമായിട്ട് ഡിപ്പാർട്ട്മെന്റ് അല്ല. നിങ്ങളത് എന്താ ശരിക്കും? എന്ത് ഡിപ്പാർട്ട്മെന്റാ? അതാ. അതല്ല ഇത്. അത് തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്ന തൊപ്പി. തൊപ്പി വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരില്ലേ, അതിൽ പെട്ടതാണ്. പോലീസാ? അതിൽ പെട്ടവാർന്ന്. സുരക്ഷാ മേഖല. അത് തന്നെ. എന്താണ് എന്ന്? അപ്പൊ നിങ്ങൾ CID-യിലാണോ അതോ പോലീസിൽ തന്നെയാണോ? സുരക്ഷാ വിഭാഗത്തിലാണ്. അപ്പൊ നിങ്ങൾക്കപ്പോ എങ്ങനെ ലീവൊക്കെ എങ്ങനെയാ? അതൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ 45 ദിവസം കിട്ടും. 45 ദിവസം ലീവ് അല്ല, പൊതുവെ ഇങ്ങനെ വർഷത്തിൽ ഇത്ര ടൈമിൽ പോവാ അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല, ടൈമൊന്നുമില്ല. ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ജനുവരിയിലും പോവാ, ഏത് സമയത്തും പോവാ. അങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല. ഇല്ല, ഒന്നിനും ടൈമില്ല. ഇല്ല. ഭക്ഷണം കഴിക്കാനും ടൈമില്ല. ഭക്ഷണം കഴിക്കാനാ? അതിനും ടൈമില്ലല്ലോ. അതിന് തീരെ ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ വീട്ടിൽ വന്നാ കഴിക്കുന്നേ? അപ്പൊ ശനി ഞായറും, വെള്ളി ശനി ഞായർ ലീവാണോ? അത് വെള്ളി ശനി ഞായർ ലീവാ? ഇല്ല, വെള്ളി പകുതി, പിന്നെ ശനി ഞായർ ഫുള്ള്. എന്ത്? അതെ, മുഴുവനായിട്ട്. ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ജയിച്ചു, നീ പോയിക്കോ. ഞാൻ ഇല്ല കളിക്ക്. നിങ്ങളെ 2-3 പ്രാവശ്യം ഞാൻ മലയാളത്തിൽ തോപ്പിച്ചു തന്നാലും ചില ആൾക്കാരെ അങ്ങനെ പറ്റിക്കാൻ കഴിയില്ലാന്ന്. ഇതെല്ലാം ഒരു പറ്റിപ്പാണ് പരിപാടി. നമ്മൾ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ എൻ്റെ മൂത്ത പെങ്ങള് വിലാസിനി നട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹലോ ആരാണ്? ആണോ? ഏതാ അക്ഷരം? വിശേഷം അടിപൊളിയായിട്ട് പോണു. എച്ച് ഉണ്ടോ? എച്ച് ഉണ്ട്. അത് FB ലൈവ് ഇല്ലേ, അത് കിട്ടുന്നില്ല. കളിക്കളം മാത്രം ലാസ്റ്റത്തെ ട്യൂസ്ഡേ, അതിന് മുമ്പത്തെ ദിവസം ഞങ്ങള് അത് പ്രസ് ചെയ്യുമ്പോ അത് വരുന്നേ ഇല്ല. ഇപ്പൊ വരുന്നില്ലേ? UBL HD-യിൽ അപ്ഡേറ്റ് ചെയ്ത് തൊട്ടിട്ടുണ്ട്, അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കിട്ടാലോ. ഇല്ല, സ്റ്റക്കാണ്. വെറുതെ അല്ല ആൾക്കാർ എന്റെ അടുത്ത് പറയുന്നത് കണ്ടോ. UBL ലൈവ് സ്റ്റക്കാണ്. അതെന്താ വെച്ചാൽ മോള് വിളിച്ചതുണ്ട്, അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് അത് വേണ്ടിട്ട് നോക്കിയതാ, അപ്പൊ അത് ഒന്നും കേൾക്കുന്നില്ല. നോ പ്രോബ്ലം. തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാം, ശരിയാക്കാം. അത് ഫേസ്ബുക്കിൽ കിട്ടുന്നില്ല, പരാതികളും സ്വീകരിക്കണോ? ഓക്കെ. അക്ഷരം എച്ച്. എച്ച് പാട്ടിന്റെ ആവല്ലേ, ഇവര് പാട്ടുകാരിയാ. ഇല്ല, തോക്കൊന്നുമില്ല. ജയിക്കാൻ എത്ര ആള് ജയിച്ചു. ശശിയാടിനൊക്കെ പുഷ്പം പോലെ ജയിച്ചിട്ട് വന്നത്, പുഷ്പം പോലെ ഇങ്ങനെ ജയിച്ചു പോവാ. സുമംഗലി എന്ന ശശിയാട്ടിന്റെ ഭാര്യയുടെ പേരൊന്ന് നോക്കി. കഥാപാത്രവും സിനിമയും അടിപൊളി സാധനം. അത് നല്ല ചോദ്യം ചോദിക്കാം, പെട്ടെന്ന് കിട്ടുന്ന ചോദ്യം ചോദിക്കാം. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം? ഇത് അന്ന് ചോദിച്ചതാ. അതെ, സിമ്പിൾ അല്ലേ? ഭഗവാനെ,
എന്നിട്ടും എനിക്ക് ഓർമ്മയില്ല. പിന്നെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പറഞ്ഞുതരാം എന്നാലേ. അരം പ്ലസ് അരം കിന്നരം എന്ന് പറയുന്നത് ജഗദീഷ് കുമാറേട്ടന്റെ സിനിമയാണ്. ജഗദീഷ് ശ്രീകുമാറിന്റെ ഫുള്ള് സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഫുള്ള് കോമഡി മാത്രമുള്ള പണ്ടത്തെ മൂവിയാണ്. അതെ, ഇപ്പൊ സന്തോഷം. എന്തായാലും ഞാൻ ജയിച്ചു. ജയിക്കുക എന്ന് പറയുമ്പോ പരാജയപ്പെടുന്നതും വിജയിക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ നമ്മുടെ എൻ്റെ ചെറുപ്പത്തില് സൈക്കിള് ഒരെണ്ണം വേണം. സൈക്കിൾ ഓടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. സൈക്കിള് നമ്മൾ സൈക്കിൾ ഇങ്ങനെ ഈ 1 സൈക്കിള്, 3/4 സൈക്കിള്, അര സൈക്കിൾ എന്നൊക്കെ പറയും. ലക്ഷണാട്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മളെ കച്ചേരി തുറക്കുന്ന കുറച്ച് റേഷൻ കടയിലേക്ക് പോകുന്ന വഴിക്ക്. അപ്പോൾ ഈ ലക്ഷണാട്ടിൻ്റെ കടയിൽ നിന്നാണ് നമ്മളൊക്കെ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുക. അപ്പോൾ ഇയാൾ ചിലപ്പോൾ ഈ ഞായറാഴ്ച ഒന്നും തുറക്കൂല. ഇയാളെ വീട് അവിടെ ഇർണാറോട്ടിന് പോകുന്ന വഴിക്കാണ്. അപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് പറയും സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ ഇയാൾ സൈക്കിൾ ഷാപ്പുകാരനാണ്. അപ്പോൾ ഇയാളൊരു സൈക്കിൾ എടുത്ത് വന്നിട്ട് നമുക്ക് സൈക്കിൾ എടുത്ത് തരും. 2 രൂപയാണെന്ന് ഒരു മണിക്കൂറിന്. അപ്പോൾ അത് നമ്മളെ സൈസ് കണക്കായിട്ടുള്ള സൈക്കിൾ ഉണ്ടാവും. അര 4 സൈക്കിളൊക്കെയാണ്. ഇപ്പം ഈ കുട്ടികൾ ഓടിക്കുന്ന സൈക്കിളിന് നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നത് 4 സൈക്കിൾ എന്ന് പറയും. 4, അര, 3/4, 1 അങ്ങനെയാണ് സൈക്കിളിൻ്റെ കണക്ക്. ഈ BSA സൈക്കിൾ ഇറങ്ങിയ അറിയാലോ, BSA അതാണ് 3/4 സൈക്കിള്. 1 എന്ന് പറയുന്ന ഹെർക്കുലീസിൻ്റെ ഒക്കെ വലിയ നീല കളറിലുള്ള അതാണ് 1 സൈക്കിൾ. അപ്പോൾ 1 സൈക്കിളൊക്കെ നമ്മൾ കാലെത്താത്ത കാരണം ഇതിൻ്റെ ഈ ഇങ്ങനെ ഒരു ത്രികോണം പോലെ ഒരു ബാറുണ്ടാവും. ഈ ബാറിൻ്റെ ഇടയിൽ കൂടി കാലിട്ടിട്ട് ഇങ്ങനെ ഒരു അവിടെ ഇവിടെ എത്താണ്ട് വീഴുന്ന പോലെയൊക്കെ ആയിട്ട് ഒരു സൈഡ് ചേച്ചി വിളിച്ച് ഇങ്ങനെ ചവിട്ടിയൊക്കെ പോകും. ഒരു രസമായിരുന്നു. അപ്പോൾ ഈ 2 രൂപയ്ക്ക് സൈക്കിള് അവിടുന്ന് വാടക എടുത്ത് നമ്മളൊക്കെ അന്നിങ്ങനെ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ പോകും. അതായത് ഇരിണാവിൻ്റെ ഏറ്റവും പ്രത്യേകതകളുള്ള ഒരു സംഭവം അതാണ്. അതായത് നമുക്കൊരു 15 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മളെ ഇരിണാവ് എന്ന് പറയുന്ന സ്ഥലത്തും പൊതുവെ എല്ലാ സ്ഥലത്തും അത് സാധ്യമല്ലാത്തൊരു സംഭവമാണ്. അതായത് ഒരു 10-15 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് ഈ സറൗണ്ട് നമുക്ക് സൈക്കിൾ എടുത്ത് പോകാൻ പറ്റുന്ന ഒരു പ്രകൃതിയാണ് ഈ ഇരിണാവ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതായത് വലിയ കുന്നും കയറ്റവും മലയും അങ്ങനെയൊന്നുമില്ല. അതായത് ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ നിരപ്പായി കിടക്കുന്ന വളരെ സൈക്കിൾ ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഒട്ടും തിരക്ക് വളരെ കുറഞ്ഞ ഒരു സ്ഥലം. ഇവിടുന്ന് കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ ടൗണുണ്ട്. നമുക്ക് പുതിയൊരു എന്നൊക്കെ പറയുന്ന ടൗണ് നമ്മളെ ഭയങ്കര ഇതായിട്ടുള്ള ടൗണുണ്ട്. പുതിയൊരു, പാപ്പിനിശ്ശേരി, ഇതൊക്കെ ഭയങ്കര ടൗണുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ ട്രെയിനുകളും നിർത്തുന്ന ഒരു സ്ഥലമാണ് കണ്ണപുരം എന്ന് പറയുന്ന സ്റ്റേഷൻ. കണ്ണപുരം എന്ന് പറയുന്ന സ്റ്റേഷനിൽ പണ്ട് ഏതോ ഒരു വലിയ ഓഫീസർ ഉണ്ടായിരുന്നെന്നും അതിനുശേഷം അവിടെ എല്ലാ ട്രെയിനുകളും അതുവഴി പോകുന്ന ഒട്ടുമിക്ക ട്രെയിനും അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ആരാണ്? ഷാനവാസ്. എന്തുണ്ട് വിശേഷം? എവിടെയാ നാട്ടിലെവിടെയാ? ആലപ്പുഴ. നിങ്ങൾ ആലപ്പുഴയിൽ നിങ്ങൾക്ക് ഒരു 10-15 കിലോമീറ്റർ ദൂരത്തിൽ സൈക്കിൾ ഓടിച്ചൊക്കെ പോകാൻ പറ്റുമോ? 15 കിലോമീറ്റർ പറ്റൂല. 10 കിലോമീറ്റർ ബസ്സിലല്ല, സൈക്കിൾ ചെറുപ്പത്തിൽ വാടക എടുത്തിട്ടുണ്ടാ? എന്നിട്ട് അയാൾ എടുക്കുന്ന ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്, ഒന്നും കൂടി ഓടിച്ചിട്ടുണ്ടാ? ലാസ്റ്റ് സമയം വണ്ടി സൈക്കിൾ തിരിച്ചു കൊണ്ടക്കാനാവുമ്പോ 5 മിനിറ്റും കൂടി ഉണ്ട്, ഒരു റൗണ്ടും കൂടി പോയിട്ട് വരാന്നിട്ട് പോയിട്ട് എടുത്തിട്ടുണ്ടാ? അതൊരു ഭയങ്കര രസമല്ലേ അല്ലേ? ഈ അണ്ടിമാങ്ങയൊക്കെ കല്ലറിഞ്ഞ് അണ്ടി ഒക്കെ പറിച്ച് കൊണ്ടുപോയി വിറ്റിട്ടൊക്കെ ഉണ്ടാ? അടിപൊളി രസമായിരുന്നല്ലേ നമ്മുടെയൊക്കെ ജീവിതം. നിങ്ങള് 70 കിഡ്സ് ആണോ, 80 കിഡ്സ് ആണോ, 90 കിഡ്സ് ആണോ? 1977. അപ്പൊ 70 കിഡ്സ് 80 കിഡ്സ് എന്നും പറയാം, കുഴപ്പമില്ല. നമ്മളാണ് ഏറ്റവും ഭാഗ്യവാന്മാരെന്നാ പറയുന്നത്. എല്ലാം കണ്ടല്ലോ നമ്മള്. റേഡിയോ വളരെ കുറച്ച് സ്ഥലങ്ങൾ. അക്ഷരം പറഞ്ഞേ. അക്ഷരം എഫ്. കാരണം നമ്മൾ റേഡിയോ വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമുള്ള സമയത്ത് നമ്മൾ ജീവിച്ചു. TV ഇങ്ങനെ വന്ന് TV ഭയങ്കര വിപുലമായി വരുന്ന സമയത്ത് ജീവിച്ചു. ഇന്റർനെറ്റ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റി. AI വരെ എത്തി നിൽക്കുന്നു നമ്മൾ. അത്രയും നമ്മൾ ഭയങ്കര ബ്രില്യൻ്റ് അല്ലേ, നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരല്ലേ? അപ്പൊ ഇത് ആക്കാപ്പയാണ് വന്നിരിക്കുന്നത്. ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. ഈ തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിലും അവസാനം ആദ്യം വരാതെ സംസാരിക്കണം. അതെ, അത് ഏത് അക്ഷരം എടുക്കുക. ഇപ്പൊ കാ എന്ന അക്ഷരമാണെങ്കിൽ കാക്ക കുക്കു കം ഖ ഇക്ക വരാൻ പാടില്ല. പായാണെങ്കിൽ പാപ്പ പുപ്പ ഇപ്പ പൃ ഒന്നും വരാൻ പാടില്ല. ആയാണെങ്കിൽ ആ അം വരാൻ പാടില്ല. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. എങ്ങനെ പേരെന്തായിരുന്നു പറഞ്ഞേ? പേര് എന്ന വാക്കിൽ പാണ്ട്. സാരമില്ല, ഞാൻ ഒന്നും കൂടി ടൈമർ ഇട്ടുതരാം.
റെഡി അഗൈൻ ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ തുടങ്ങുന്നു. ഇനി തെറ്റിക്കല്ലേ. ഷാനവാസ്ക ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 പായുണ്ട്. 18 പായുണ്ട്, 20 19 16 15 12 10 ഉണ്ട്. അല്ല നിങ്ങൾക്ക് 20 എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നല്ലോ 20 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല ഷാനവാസ്ക, വിളിച്ചാൽ സന്തോഷം അറിയിക്കുന്നു. 77 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്ക എന്ന് തന്നെ ഉറപ്പിച്ചു വിളിച്ചത്. ഞാൻ 77 ഒന്നല്ല, ഞാൻ അതുക്കും മേലെയാണ്. അതായത് എനിക്ക് അത്ര പ്രായമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സൈക്കിൾ റെന്റിനെടുത്തിട്ട് ഓടിക്കുന്ന ആ കാലഘട്ടം. റേഷൻ കടയിൽ പോയിട്ട് നിങ്ങൾ ലൈൻ ചെയ്തിട്ടുണ്ടോ? റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് റേഷൻ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ലൈൻ വെക്കുക. നമ്മൾ പോകുന്ന ആൾ മുകളിൽ വെക്കുക. റേഷൻ കടയിലുള്ള പവിത്രാട്ടം വന്നു കഴിഞ്ഞാൽ പവിത്രാട്ടനല്ല റേഷൻ കാർഡ് എടുത്തിട്ട് തിരിച്ചിട്ട് വെക്കലുണ്ട്. ഈ തിരിച്ച് വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അതിൻ്റെ അടിയിൽ ഫ്രണ്ടിൽ കൊണ്ടുവെക്കുന്ന ബിരുദന്മാർ അന്നേ ഉണ്ടായിരുന്നു. ഹലോ നമസ്കാരം, ആരാ? മോനെ, ഈ സംഭവം സൈക്കിൾ റെന്റിനെടുത്തിട്ടുണ്ടാ? ഏത് സൈക്കിൾ ഏതാ മേടിച്ചിരുന്ന ആദ്യമായിട്ട്? സൈക്കിള് വാങ്ങിച്ചത് ഹെർക്കുലീസ് വലിയത്, 1-ാം നമ്പർ. അല്ലല്ല, മുക്കാല്, ഹെർക്കുലീസിന്റെ മുക്കാല്. മറ്റേ ആ സമയത്ത് ഒരു ഹീറോ റേഞ്ച് ആ ഒരു മോഡൽ ഇറങ്ങിയത് ഓർമ്മയുണ്ട്. ഓ, ഒരു പിന്നെ മുക്കാൽ സൈക്കിൾ, ഒരു ഒന്നല്ല. വടി മാത്രമായിട്ടുള്ളത്. അല്ല, അക്ഷരം എടുത്തില്ലല്ലോ. അന്നത്തെ ഫ്രീക്ക് സൈക്കിൾ. പക്ഷെ അന്നത്തെ ഫ്രീക്ക് സൈക്കിൾ ബഡി സൈക്കിൾ ആയിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതായിട്ട് പോകുന്നത്. MTB എന്ന് പറഞ്ഞിട്ട്. MTB ആണ്. അത് മുക്കാല് തന്നെ. MTB BSA ആയിരുന്നു. BSA പെൺകുട്ടികൾക്കും MTB ആൺകുട്ടികൾക്കും ആയിരുന്നു. അതിന് പക്ഷെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല, മുക്കാലൊന്നും പറയില്ല. അത് ബഡി സൈക്കിൾ എന്നാ പറയല്. അതിന്റെ ഹാൻഡിൽ ഇങ്ങനെ നീളത്തിലായിരുന്നല്ലോ. അതിന് മുകളിലൊരു കൊമ്പുണ്ടല്ലോ. നമ്മളൊക്കെ ആ കൊമ്പ് ഇങ്ങനെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും താഴെയൊക്കെ ആക്കി വെച്ചിട്ട് ഓടിക്കുമായിരുന്നു. യെസ്. ഏതാ അക്ഷരം? N. യെസ്, N എന്ന അക്ഷരം. അപ്പൊ ഈ റേഷൻ കടയിൽ പോയിട്ട് ലൈനിൽ നിന്ന് റേഷൻ കടയിൽ നിന്ന് ചിമ്മിണി എണ്ണി പഞ്ചസാരയൊക്കെ മേടിച്ചിട്ടുണ്ടാ? നീ പറഞ്ഞപ്പോ എനിക്ക് പലരും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ എല്ലാരും റിലേറ്റ് ചെയ്യാനാണല്ലോ ഇവിടെ നിൽക്കുന്നത്. റേഷൻ കടയിലേ പോവാറില്ല. എന്താ റേഷൻ കടയിൽ പോയാല്? റേഷൻ കടയിൽ എന്താന്ന് അറിയില്ല, എന്നെ ഞാൻ സഹായിക്കാൻ വേണമെങ്കിലും പിടിക്കാൻ വേണ്ടി പോകുന്നില്ലാണ്ട്. ഞാനൊക്കെ എന്ന് റേഷൻ കടയിലായിരുന്നു. പോയിട്ട് ചോദിക്കും പഞ്ചസാര വന്നില്ല പൊക്കോന്ന് പറയും. പിന്നെയും പോവും. മണ്ണെണ്ണ വന്നോന്ന് ചോദിക്കാൻ വേണ്ടി ക്യാനും എടുത്തിട്ട് പോയിട്ട് മണ്ണെണ്ണ ഉണ്ടാന്ന് പറയും, ഇല്ലാന്ന് പറയും. ഞാൻ കൂടെ പോകുന്നത് പഞ്ചസാര മേടിക്കാനുള്ള നമുക്ക് വാരി തിന്നല്ല. പഞ്ചസാര വാരി തിന്നലുണ്ട്. അതെ അതെ അതെ, ഭയങ്കര രസാ. അതുകൊണ്ട് നമ്മളെ കൊണ്ടുപോയില്ല. എടാ എന്നെ ഓപ്പൺ ആക്കടാ ടോണി. എന്നെ ഓപ്പൺ ആക്കാൻ ടോണിക്ക് എന്താന്നറിയില്ല, ഒരു താല്പര്യം. കുസൃതി ചോദ്യാ മോനെ, രക്ഷപ്പെട്ടു. നിങ്ങളുടെ അമ്മ വന്നിട്ട് എന്നും എന്നെ കുസൃതി ചോദ്യം ചോദിച്ചു. ഒരാളല്ല, ഒരാൾ എന്ന് പറയുമ്പോ ഒരാൾ എന്ന് എഴുതുമ്പോ ഒരു ആൾ എന്നല്ല എഴുതുക. ഒരാൾ എന്ന് പറഞ്ഞ എഴുതൂല, ഒരു ആൾ എന്നാ പറഞ്ഞത് ഒരാൾ എന്നാണ്. ഒരാൾ എന്നല്ല, ഒരാൾ എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞോടത്ത് ഒരാളെന്നാണ്. നിങ്ങൾ പറഞ്ഞ പോലെയല്ല അമ്മ പറഞ്ഞത്. അത് ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതെല്ലാം ഉണ്ടാവും, ഒന്നും കുഴപ്പമില്ല. ഒരു ഉദാഹരണം പറയാം. പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയില് ആട്. ഇത് ഞാൻ ചോദിച്ചാണെന്ന് തോന്നുന്നു. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ചിലപ്പോ. എന്നാലും നോക്കാം. അത് വേണ്ട. 3 അക്ഷരം ചോദിക്കാം. ഓക്കെ, ഇത് ചോദിക്കാം. ഓക്കെ, മലയാളത്തിലെ ഒരു അക്ഷരത്തിന്റെ കൂടെ ഒരൊറ്റ അക്കം കൂടിയാൽ കിട്ടുന്ന പലഹാരം. മലയാളത്തിലെ ഒരു അക്ഷരത്തിന്റെ കൂടെ ഒരൊറ്റ ഒരു അക്കം കൂടിയാൽ കിട്ടുന്ന പലഹാരം. അക്കം നമ്പർ ഒറ്റ അക്കമാണേ. 10 പറഞ്ഞുകൊണ്ട് വരണ്ട. 10 1 0 ഉണ്ട്. ഒറ്റ ഉത്തരം പറഞ്ഞാൽ ഔട്ടാക്കും. മലയാളത്തിന്റെ ഇവിടെ ഒരുത്ത വന്ന് ഉത്തരം പറയുന്നു വേറെ. അമ്മേനോട് ചോദിക്കും, ടീച്ചറല്ലേ? പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ലഡു ഒന്നുമല്ല. മലയാളത്തിലെ ഒരക്ഷരത്തിന്റെ കൂടെ ഒരൊറ്റ ഒരു അക്കം കൂടിയാൽ കിട്ടുന്ന ഒരു പലഹാരം.
മഞ്ച് പലഹാരം അല്ലേ? എന്താ വീട്ടില്ലേ? മഞ്ചിലെവിടെയാ അക്ഷരം? മഞ്ചിലെവിടെയാ? മാ അഞ്ച് മഞ്ചല്ലല്ലോ. മഞ്ച് എന്ന് പറയുന്നത് മഞ്ച്, ഇഞ്ചാണ്, ഇഞ്ച്. ജയിക്കാൻ വേണ്ടിട്ട് വേണ്ട. അയ്യോ, ഇത് കറക്റ്റായ ഉത്തരവുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ദോശ. ആ, ദോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ദോ ഈസ് എ 2. അത് നമ്പറായിട്ട് പെടും. ദോ പിന്നെ നമ്പർ അല്ലാണ്ട് പിന്നെന്താണ്, അക്ഷരാണോ? മഞ്ച് കറക്റ്റ് അല്ല, ഒരിക്കലും അല്ല. മഞ്ച് ഒരു പലഹാരത്തിൽ പെടുത്താൻ പറ്റുമോ? രാവിലെ നിങ്ങൾക്ക് 10 മഞ്ച് തന്ന് വിടട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ പിള്ളേർക്ക് അതാ വേണ്ടു. വെറുതെ അല്ല ബുദ്ധിയില്ലാത്തത്. നല്ല ദോശയും ഇഡ്ലിയും ചമ്മന്തിയും പുട്ടൊക്കെ കൊടുക്ക്. ഈ ഭാര്യക്ക് പണിയെടുക്കാൻ മടിച്ചിട്ടാണ് ഇതൊക്കെ കൊടുത്തോടുന്നത്. ഗ്രാൻഡ് വന്നപ്പോ ഞാൻ കണ്ടിട്ടായിരുന്നു, വലിയ വലിയ പാക്കറ്റാണ് മറ്റേ ട്രോളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ കൊടുത്തോണ്ട് ശരിയെന്നാ. പിള്ളേർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് എന്റെ വീട്ടിൽ എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ എൻ്റെ ഈ നേരത്തെ പറഞ്ഞില്ലേ സജീവേട്ടൻ, പുള്ളിയുടെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്താണ് നമ്മുടെ കോസ്റ്റ് ഗാർഡ് വരുന്നത്. അവിടെയായിരുന്നു നമുക്ക് പണിയുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ ചേരിക്കടവത്ത് എന്ന് പറയും, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയാമോന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഈ ചേരിയൊക്കെയുള്ള കയർ ഫെഡിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയായിരുന്നു. അപ്പോൾ അതിന് രാവിലെ പോകണം, 7 മണി 7:30 പോകേണ്ടി വരും. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പേ ഭക്ഷണം നമുക്ക് തരണം, ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, വീട്ടിൽ മൊത്തം അംഗസംഖ്യ ഞാൻ, അമ്മ, ഏട്ടൻ, അമ്മമ്മ, അച്ചച്ചൻ ഉള്ള സമയത്ത് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് കാലം ഓർമ്മയില്ല. 4 പേർക്ക് ദോശ ഇടുകയാണ്, ഒരുപാട് ദോശ ഇടണം. അപ്പോൾ അത്രയും സമയമില്ല. പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം, ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കല്ലുമ്മ പരത്തി എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമസ്കാരം നിരഞ്ജൻ. കല്ലുമ്മ പരത്തി എന്ന് പറയുന്ന സാധനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് അയച്ച് കഴിച്ചിട്ടുള്ളത്. നമ്മൾ ഇരുന്നാവിലുള്ള പല വീടുകളിലും അതാണ്. അതായത് നമ്മൾ നമ്മുടെ ഈ അരിമാവ് തന്നെ കുറച്ച് കട്ടിയിലുണ്ടാക്കിയിട്ട്, ആ കട്ടിയിലുണ്ടാക്കിയ അരിമാവിൻ്റെ അകത്ത് കുറച്ച് ഉള്ളി ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇടും. അതായത് അത് വെറുങ്ങനെ തന്നെ തിന്നാൻ പറ്റും. അപ്പം അതെടുത്തിട്ട് ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ കൈകൊണ്ട് തന്നെയാണ് എടുത്ത് നമ്മുടെ ദോശക്കല്ല്, അന്ന് ഈ ഇന്നത്തെ പോലെ നോൺ സ്റ്റിക്ക് കല്ലല്ല, അല്ലാതെ തന്നെ ഒരു 2 ഇങ്ങനെ ചെവിയുള്ള പോലത്തെ ഒരു കല്ലുണ്ട്. നമ്മളെ ഈ കല്ലുമരി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. കല്ലുമരി എന്ന് പറഞ്ഞൊരു സാധനത്തില്ല ഉപ്പിട്ട് വെക്കുന്നത്, അതേപോലത്തെ ഒരു കല്ലുമരീൻ്റെ തന്നെ ഒരു സാധനമാണ് ഈ ദോശക്കല്ല് ഉണ്ടാവുക. ഈ ദോശക്കല്ല് ഈ ഓലയൊക്കെ ഇട്ട് കത്തിച്ചിട്ട് അത് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് അതൊരു മറിച്ചിട്ടില്ല, അങ്ങോട്ടൊരു മറിച്ചില്ല, ഇങ്ങോട്ട് ഒരാൾ സംഭവം സെറ്റായി. 4 ചുട്ട് കഴിഞ്ഞാൽ അമ്മേരെ പരിപാടി കഴിഞ്ഞ്. അങ്ങനെയായിരുന്നു നമ്മൾ. പിന്നെ കട്ടൻ ചായ, ഓൺലി കട്ടൻ ചായ, പാലോചിച്ച് ചായ പിടിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഹലോ, എന്താണ് കത്തി? ചുമ്മാ ഒരു രസമല്ലേ? ആരേത്? എന്താ വിശേഷം? നല്ല വിശേഷം. ആരാ? ഷാക്കിറാണ്. ഷാക്കിർ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ആണോ? ഷാക്കിർ സൈക്കിളൊക്കെ വാടക എടുത്തിട്ടുണ്ടോ? പിന്നെ ഷാക്കിർ ചെറുപ്പത്തില് ഈ നമ്മളെ അങ്കമ്പാടിയിൽ നിന്ന് കിട്ടുന്ന ഉപ്മാവ് കലക്കിയിട്ട് അത് ഒരു തരിക്കഞ്ഞി പോലെയൊക്കെ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ കഴിച്ചില്ല. സ്കൂളില് ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചിട്ട്. സ്കൂളിൽ ഉപ്മാവുള്ള കാലത്ത് പഠിച്ച ആളാണോ? ഉപ്പുമാവ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുമ്പോൾ കഞ്ഞിയും ചെറുപയറായിരുന്നു. ഉപ്പുമാവുള്ള സമയത്ത് ഞാൻ കഴിച്ചു. ഉപ്പുമാവുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങള് 1970-നും 80-നും ഇടയിൽ ജനിച്ച ആളാ. അതെ, 75-ല് ജനിച്ചത്. അതുകൊണ്ടാ. ഞാനൊക്കെ 80-ന് ശേഷം ജനിച്ചതുകൊണ്ട് നമ്മൾക്കൊക്കെ ആവുമ്പോഴത്തേക്കും ഗവൺമെന്റ് മാറി ഉച്ചക്കഞ്ഞിയായി. ഇപ്പൊ ചോറൊക്കെയാണെന്നാ കേൾക്കുന്നത് നാട്ടില്. സ്കൂളില് ഇപ്പൊ പോവാൻ പറ്റിയിരുന്ന സുഖമായിരുന്നല്ലേ സ്കൂളില്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടില് ഭയങ്കര സംഭവമായിരുന്നല്ലേ നമ്മളെ നാട്ടിലെ സ്കൂളും നമ്മളെ നാട്ടിലെ ആ ഒരു ഇതൊക്കെ, ആ ഒരു കാലാവസ്ഥയും അന്നത്തെ ഒരു രീതിയൊക്കെ ഭയങ്കര രസമായിരുന്നല്ലേ? ഭയങ്കര രസമാണല്ലേ അല്ലേ? നമ്മുടെ ഈ ലോറി ബസിന്റെ ഒക്കെ ഈ റിമ്മ് പോലത്തെ ഒരു സാധനം, ഒരു കൊടക്കമ്പി ഇങ്ങനെ റൗണ്ട് ചെയ്ത് വളച്ചിട്ട് ഇങ്ങനെ കയ്യിലൊരു പിടിയാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് ഓടിച്ചിട്ടുണ്ടാ? ഏതാണ്? നമ്മളെ ടയർ സൈക്കിൾ ടയർ ഇങ്ങനെ ഒരു വടി വെച്ചിട്ട്. നിങ്ങളൊക്കെ ഓടിക്കാണ്ട് പിന്നെ എവിടെ പോവാൻ? ഞാൻ ഓടിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ഓടിക്കാണ്ടിരിക്കണ? അല്ലല്ല, അങ്ങനെ നമുക്കത് ഓടിക്കണം. ഇതൊന്നും സ്റ്റാറ്റസ് വെച്ചിട്ട് മാറ്റി വെക്കേണ്ട സാധനമല്ല, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് ആ കാലഘട്ടത്തിൽ. ചില കുട്ടികൾക്കൊക്കെ അത് ചെയ്യും, ഭയങ്കര കിട്ടിയിട്ടില്ല. ചാടാതെ ഇങ്ങനെ കൊണ്ടുപോകണതാണ്. നമ്മളതിങ്ങനെ റിമ്മ് പോലെ ഒരു സാധനം ഇങ്ങനെ വളച്ച് തിരിച്ച് അങ്ങനെയൊക്കെ. പിന്നെ കാർബോർഡിനെ കൊണ്ട് ലോറി ബസ് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ചെരുപ്പ് റൗണ്ട് കട്ട് ചെയ്തിട്ട് ടയറാക്കിയിട്ട് കയറ് കെട്ടി വലിച്ചിട്ട് പോയിട്ടുണ്ടാ? പാളയിലിരുത്തി വലിക്കല്ല, നമ്മൾ ഈ നമ്മളെ ഇതില്ലേ പ്ലാവിന്റെ ഇല
പ്ലാവിന്റെ ഇല ഇങ്ങനെ മടക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഈർക്കലിട്ടിട്ട് രണ്ട് വെളിച്ചിങ്ങാന്ന് പറയില്ല, നിങ്ങളെന്താ പറയാ, അത് ഇങ്ങനെ വെച്ചിട്ട് അതിനൊരു കയറ് കെട്ടിയിട്ട് വലിച്ചിട്ട് അത് അത് ഒരു വണ്ടിയായിരുന്നു. ഇന്നത്തെ പിള്ളേർക്കൊക്കെ എന്തൊക്കെയാ കളിപ്പാട്ടം. ഏതാ അക്ഷരം? അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിൽ കാണുന്ന ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഗെയിം ഉണ്ടാവും. അക്ഷരമുണ്ട്, സി ഉണ്ട്, ജെ ഉണ്ട്, കെ ഉണ്ട്, എൽ ഉണ്ട്, ഒ ഉണ്ട്, ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും കൊണ്ടുപോയി. സി ആയിക്കോട്ടെ, എന്നാ സി ആയിക്കോട്ടെ. സി എന്ന അക്ഷരത്തിൽ ഏത് ഗെയിമാണ് വരുന്നത് ആ ഗെയിം കളിക്കണം. നാട്ടിലെവിടെയാ? നാട്ടില് പാലക്കാട്. പാലക്കാട് എവിടെ? തൃത്താല. ആ നമ്മുടെ തൃത്താല നിങ്ങളെ MLA ആരായിരുന്നു? ഷാഫിയോ? തൃത്താല അല്ല, ബൽറാം ആയിരുന്നു. ഇപ്പൊ VT ബൽറാം ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മുടെ എന്തായിരുന്നു, ആരാ, രാജേഷേട്ടനാണോ? MP രാജേഷ്. രാജേഷേട്ടൻ. ഓക്കെ. അപ്പൊ ഇതെന്താണ് ഇപ്പൊ വന്നിരിക്കുന്നത്? പറഞ്ഞത് പറയണ്ട, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ രാജേഷേട്ടനോന്ന് ചോദിച്ചപ്പോ ചില ആൾക്കാർ ചിലപ്പോൾ രാജേഷേട്ടനോ എന്താ അങ്ങനെ. ഞാനൊക്കെ പണ്ട് നാട്ടിൽ പഠിക്കുന്ന സമയത്ത്, ഈ പാപ്പിശ്ശേരി സ്കൂളിൽ പഠിക്കുമ്പോൾ SFIയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന രാജേഷേട്ടനൊക്കെ അന്ന് അവിടെ നമ്മൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ വന്നിട്ടുള്ള ഒരു പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിചയമുള്ള ആൾക്കാരെ നമുക്ക് കേട്ടാന്ന് വിളിക്കാലോ. അല്ല, അങ്ങനെ ക്ലോസ് ഒന്നും അല്ല, പക്ഷെ വളരെ പരിചിതമായി അറിയാം പുള്ളിക്ക്. അന്നത്തെ കാലത്ത് എന്റെ പേരൊക്കെ അറിയാം, ഇപ്പോഴൊന്നും അറിയില്ല, പക്ഷെ അന്നൊക്കെ അറിയാം. ഓക്കെ. അപ്പൊ പറഞ്ഞത് പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഐ മീൻ നാട്ടിൽ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നാട്ടിൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നാട്ടിൽ എവിടെയാണ്? പാലക്കാട്. അതിന്റെ ഷോർട്ടായ ഉത്തരം മാത്രം. ഓക്കെ. ഞാൻ ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കാനേ പാടില്ല. അല്ലേ അല്ല, ഉണ്ടോ ഉണ്ട്, ഇല്ലേ ഇല്ല, ഇതൊന്നും ഉപയോഗിക്കരുത് കേട്ടാ. ഞാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയരുത്, ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയരുത്, അല്ലേന്ന് ചോദിക്കുമ്പോൾ അല്ലേ ആണ് എന്ന് പറയരുത്, ആണോ എന്ന് ചോദിക്കുമ്പോൾ ആണ് എന്ന് പറയരുത്. അതൊക്കെ ഉണ്ട്. ഓക്കെ. ഭയങ്കര ടഫാണ്. റെഡി, ടൈം സ്റ്റാർട്ട് നാവും. അപ്പൊ തുടങ്ങുന്നു. അങ്ങനെ തൃത്താല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാ പോകണ്ടേ? പാലക്കാട് സൈഡാണോ അതോ ഈ ഒറ്റപ്പാല സൈഡോ? ഇത് നമ്മുടെ മലപ്പുറം സൈഡായിട്ട് വരും. സൈഡ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു, അത് നിങ്ങൾ ഉപയോഗിച്ചു. പാലക്കാട് സൈഡാണോ ഒറ്റപ്പാല സൈഡാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു മലപ്പുറം സൈഡാണെന്ന്. മലപ്പുറം ഭാഗം എന്ന് പറഞ്ഞത് ഞാൻ ഒന്ന് ജൂറിയോട് ചോദിക്കട്ടെ. ജൂറി, ജഡ്ജസ് പ്ലീസ് നോട്ട്, ചാൻസ് ഗ്രാൻഡഡ്. ഇവനൊന്നും തരുത്തില്ല, ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അഗൈൻ വൺ മോർ ചാൻസ്, ടൈം സ്റ്റാർട്ട് നൗ. ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ സ്വന്തമായിട്ടുള്ള പരിപാടിയാണ്. എന്തിന്റെ പരിപാടിയാ? സ്പെയർ പാർട്സ്. എവിടെയാണ് നിങ്ങളുടെ ഷോപ്പ്? എവിടെയാ? ഷാർജയിൽ ഏത് ഏരിയയില്? ഷാർജയിൽ ഏത് ഏരിയയിൽ എന്നുള്ളത് ഷാർജ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു കേട്ടാ. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് ഗെയിം. ആക്ച്വലി ഞാൻ ഇന്ന് ഇത്രയും നാടിനെ പറ്റി ഓർക്കാനും നാടിനെ പറ്റി ഇങ്ങനെ പറയാനും ഒക്കെ ഉണ്ടായ സാഹചര്യം ഫസ്റ്റ് കോളറാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ പൊതുവേ ഞാൻ നാടിനെ പറ്റി ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഊറ്റം കൊള്ളുന്ന ഒരു ആളാണ്. നാട് എന്ന് പറഞ്ഞാൽ കേരളം മുഴുവനായിട്ട്. കാരണം ഞാൻ ഓൾമോസ്റ്റ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും പോയിട്ടും പരിപാടി ചെയ്തിട്ടും പോയിട്ടും വന്നിട്ടൊക്കെ ഉള്ള ഒരാളും കൂടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളം. ഹലോ തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂര് ഒരു രക്ഷയില്ലാത്ത ഇഷ്ടമാണ്. ഹലോ ആരാണ്? ആയിക്കോട്ടെ, തിരുവനന്തപുരം ഇപ്പൊ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് ആകെ ഒരു 4 അക്ഷരമേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം എടുക്കുക, നമുക്ക് നോക്കാലോ. JKLO. ആയിക്കോട്ടെ, കെ ആയിക്കോട്ടെ. മാത്യു സജ്ജായ? ജയൻ റെഡിയാണ്. അപ്പൊ അക്ഷരം ഓപ്പൺ ആയി കഴിഞ്ഞ് വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം മലയാളത്തിൽ മാത്രം സംസാരിക്കാം. ഓഫർ വെക്ക്, ഞാൻ പറ്റുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ മലയാളം തന്നെ. പറ. അങ്ങോട്ടൊരു ഓഫർ തരാം. പറ. 1 മിനിറ്റിൽ എന്നെ തോപ്പിച്ചാലും ഞാൻ 100 ദിർഹംസ് അങ്ങോട്ട് തരും. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. എനിക്ക് പറ്റുമെന്ന് അറിയില്ല, ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ മിണ്ടാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ 1 മിനിറ്റിനുള്ളിൽ ഞാൻ തോപ്പിക്കും. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. മാത്യൂസ് അച്ചായ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അച്ചായ ഏത് കമ്പനിയിലാ? ഏത് കമ്പനിയിലാ? ഞാനൊരു സ്ഥാപനത്തിൽ ജോലി. എന്തായിട്ട് വർക്ക് ചെയ്യുന്ന? ഞാൻ പല പണിയും ചെയ്യും. എന്നാലും എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടാവുമല്ലോ കമ്പനിയിൽ. എല്ലാ
എല്ലാം ഇങ്ങനെ എല്ലാം മൊത്തമായിട്ട് ചെയ്യുന്ന ജോലിയാണ്. എന്നാലും എന്താ കമ്പനി എന്താണ്? എന്തിന്റെ കമ്പനിയാ? ഞങ്ങൾ ഈ തീയുമായിട്ട് ബന്ധപ്പെട്ട. എന്തുമായിട്ട്? തീയോ? തീ. ആ ശരി, ഫയർ ആൻഡ് സേഫ്റ്റി ആണോ? ആ ശരി, ഫയർ ആൻഡ് സേഫ്റ്റി നല്ല സ്കോപ്പ് ഉള്ള വർക്കാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ കമ്പനിയിലുണ്ട്? ഈ കമ്പനിയിൽ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? 3 വർഷം. 3 വർഷമായിട്ട് ഈ കമ്പനി. അപ്പൊ അതിന് മുമ്പ് ഏത് കമ്പനിയിലായിരുന്നു? വേറൊരു സ്ഥാപനത്തിലായിരുന്നു. അപ്പൊ ഈ മൊത്തത്തിൽ എത്ര വർഷമായി ഇവിടെ ഗൾഫില്? ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലായിരുന്നു. ഏത്? വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട. തീയും വെള്ളമായിട്ടോ കളി കംപ്ലീറ്റ്. അപ്പൊ മക്കളൊക്കെ എവിടെയാ പഠിക്കുന്നേ? അവര് ഇവിടെയല്ല. അവര് ഇവിടെ പഠിച്ചിരുന്നോ? അതെ. ഇവിടെ എവിടെയാ പഠിച്ചിരുന്നത്? ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്? ഇവിടെ 1-2 വിദ്യാലയത്തിൽ പഠിച്ചിരുന്നു. ആണോ? എന്നിട്ട് അവരിപ്പോ നാട്ടിൽ പോയി. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ? ഇല്ല. ചേച്ചി നാട്ടിലാണോ ഇപ്പൊ? ഇവിടെ ഉണ്ടോ? ഇവിടെയുണ്ട്. ചേച്ചി നല്ല ഏറ്റവും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന എന്താണ് ഫുഡ്? ചോറ്. കറിയില്ലേ? ചോറ്. കറിയോ? കൂട്ടാൻ. ചോറ് ഏതാൾക്കും ഉണ്ടാക്കാലോ, കൂട്ടാനല്ല. കറി എന്താ ഉണ്ടാക്കണേ? അല്ലല്ല, കൂട്ടാനാ ഉണ്ടാക്കുക. ഈ എനിക്ക് തോന്നുന്നു എത്ര വർഷമായിട്ട് കളിക്കളം കാണുന്നുണ്ട്? എത്ര വർഷമായിട്ട് കളിക്കളം കാണുന്നുണ്ട്? തിരിഞ്ഞില്ല. ഇവിടെ നമ്പർ കൊടുത്തില്ല. അത് വാട്സ്ആപ്പ് ഇത് ഏതാ കൊടുത്ത? ലാൻഡ് ഫോൺ നമ്പറോ മൊബൈലോ? അങ്ങനെ കയ്യിലുള്ളത്. ആ മൊബൈൽ ഫോൺ ആട്ടോ ടോണി. മൊബൈൽ ഫോണാ കൊടുത്തിരുന്നത്. അപ്പൊ എന്തായാലും ജയിച്ചിട്ടുണ്ട്. പോയിക്കോ, 100 രൂപ രക്ഷപ്പെട്ടു നിങ്ങള്. ഞാൻ അങ്ങനെയല്ല, എന്നെ ഇത്രയൊക്കെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ എനിക്ക് 2 മിനിറ്റ് സമയം ടാർഗറ്റ് തന്നിരുന്നേ എങ്ങനെയും തോൽപ്പിച്ചെന്നെ. അപ്പൊ എന്തായാലും സമയം തീരുകയാണ്. എനിക്ക് ഒരു കോളും കൂടി എടുക്കാം. ഹലോ. കമോൺ. ഹലോ. ലാസ്റ്റ് കോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടോ? ആരൊക്കെ വിൻ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം 800-825-825 എന്നുള്ള നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ സമ്മാനങ്ങൾ എന്താണ് വന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ വിന്നറെ അനൗൺസ് ചെയ്യാം. അതിനുശേഷം നാളെ നിങ്ങൾക്ക് വിളിച്ചിട്ട് 800-825-825 വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ക്രോക്കഡൈൽ പാർക്കിന്റെ വിന്നർ ആരാണെന്ന് ഇവിടുന്ന് തന്നെ പറയും. ഓക്കെ, ഇതിനകത്ത് ഞാനിപ്പം നെറുക്കിട്ടെടുക്കാൻ നിൽക്കുന്നില്ല. അവരവിടുന്ന് ഡിക്ലെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് നേരെ ഇവിടുന്ന് നമ്മൾ അപ്പുറത്ത് നെറുക്കിട്ടെടുത്തതിന് ശേഷം ആർക്കാണോ കിട്ടിയിരിക്കുന്നത് അവിടുന്ന് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വിജയിച്ച എല്ലാ ആൾക്കാരും 800-825-825 വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങളുടെ സമ്മാനങ്ങൾ ഏതൊക്കെയാണ് വന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വന്ന് വാങ്ങിക്കുക, എടുക്കുക. സമ്മാനങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ജയിച്ച എല്ലാവർക്കും സമ്മാനമുണ്ട്. അപ്പം മറക്കണ്ട, 800-825-825 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. അപ്പം എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വീണ്ടും അടുത്ത തിങ്കളാഴ്ച കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ചാക്യാർ വിത്ത് മീ, നിഷാദ് ഖാൻ, നിരഞ്ജൻ, ടോണി, സച്ചു, ബൈ ആൻഡ് റാഫി. ഗുഡ് നൈറ്റ്.